ഇന്ത്യക്കൊന്നും അമേരിക്കയെ ചലഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. കാരണം ആ രാജ്യത്തിൻ്റെ എക്കോണമി എത്ര സംഭവം നിങ്ങൾക്കറിയാം. അടുത്ത സമയത്ത് അമേരിക്കയുടെ ഫൈനൽ ക്വാർട്ടർ, ഈ വർഷത്തെ അവസാനത്തെ ക്വാർട്ടറിൻ്റെ അകത്ത് റിസൾട്ട് വന്നു, എക്കോണമി ഡബിൾ. അത് എലോൺ മസ്ക് പറഞ്ഞ പോലെ സംഭവിച്ചു. ഇന്ത്യക്കാർ പറഞ്ഞു ഇപ്പോഴമേരിക്കൻ എക്കോണമി തകരും. കേരളത്തിലെ മറ്റു പല ബുദ്ധിജീവികൾ പറഞ്ഞു അമേരിക്കൻ എക്കോണമി തകരും, കാരണം ടാരിഫ്. ഈ പുല്ലൊന്നും അവരെ ബാധിച്ചില്ല. ഇതാണ് ഇൻട്രസ്റ്റിംഗ്. അതായത് അമേരിക്കയുടെ സ്പെൻഡിങ് പവർ കൂടി, ഡോളർ സ്ട്രെങ്തൻ ചെയ്തു, ഇന്ത്യൻ കറൻസി വീക്കായി. അപ്പം ഈ പറഞ്ഞതൊക്കെ മുഴുവനും ബേസ്ലെസ്സാ, ചുമ്മാ അടിച്ചു വിടുന്ന. ഇന്നലെ NDTVക്കകത്ത് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 4ഓളം എക്കണോമിസ്റ്റുകൾ, എല്ലാവരും ഈ പറയുന്നവരെല്ലാം മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, BJPയുടെ പുതിയ എക്കണോമിക് പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രീതി പോകാൻ പറ്റത്തില്ല, ഇത് എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യണം. കാരണം ഇന്ത്യയിലോട്ടുള്ള FDIയുടെ ഫ്ലോ ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഔട്ട് ഫ്ലോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലോ ഭയങ്കരമായിട്ട് കൂടി. കാരണം ഇത് നിർത്തിയേ മതിയാവത്തുള്ളൂ. ചൈന മാക്സിമം മുതലെടുക്കുകയാണ്. മാക്സിമം മുതലെടുക്കുകയാണ്. ഈ പറയുന്ന ഇവിടെ ന്യൂസിലാൻഡിലുണ്ടായെന്ന് പറയുന്നു, ഒമാനിലുണ്ടായിരുന്നു വന്നു, എത്യോപ്യയിലുണ്ടായെന്ന് പറഞ്ഞു. എത്ര പെർസെൻറ്റേജാ, എത്ര ബില്യൻ്റെയാണ്? ന്യൂസിലാൻഡ് കേട്ടോ 1 ബില്യൻ്റെയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അവർ പറയുന്നത് അവരുടെ സാധനം ഇങ്ങോട്ട് വരണം. ഈ ട്രേഡ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പം അതിനേക്കാളും കൂടുതൽ ബംഗ്ലാദേശുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, 14 ബില്യണുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സാധനം അങ്ങോട്ട് കൊടുക്കുന്നത്. ഞാൻ ആ ടോപ്പിക്കിൽ ഇന്ത്യയുടെ എക്കോണമിയെ പറ്റി വേറെ ഒരു വീഡിയോയിൽ പറയാം. H1B വിസ ഇഷ്യൂവിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സറണ്ടറായി. അതുകൊണ്ടല്ലേ അവരോട് പറയുന്നത് എങ്ങനെയെങ്കിലും തീർക്കണം. ഇന്ത്യക്കാർ പാനിക്കാണ്, ശരിക്കും പാനിക്കാണ്. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ, ചന്ദ്രബാബു നായിഡു, രേവന്ത് റെഡ്ഡി, സ്റ്റാലിന്, അതേപോലെ തന്നെ സിദ്ധരാമയ്യ, ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഈ ആന്ധ്രാക്കാരും സൗത്ത് ഇന്ത്യനും ഈ പറയുന്ന പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ് പോയിരിക്കുന്നത്. അല്ലാതെ UP എന്നുള്ളവരൊക്കെ വളരെ കുറവാണ്. സിറ്റികളാണ്, സിറ്റി ബേസ്ഡ് ആണ് ഇവർ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അമേരിക്കൻ എന്തുവാ അറിയുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം അമേരിക്കൻ ഡ്രീം എന്തുവാണെന്ന്. കാരണം ഒരു വെസ്റ്റേൺ കൾച്ചറിനോട് അഡോപ്റ്റ് ചെയ്യാനാണ് അവർക്ക് താല്പര്യം.